Hello everyone, welcome back to DeesKitchen. എല്ലാവർക്കും DeesKitchen പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഡിഷ് ആണ്. ഒരു ചേഞ്ചിന് വേണ്ടി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദുബായ് വരെ ഒന്ന് പോയാലോ? നിങ്ങൾ എല്ലാവരെയും ഞാൻ ദുബായിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഡീസ് കിച്ചൺ ഇന്ന് ദുബായിലാണുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് ഡിഷാണ്. ബീഫ് എള്ളിട്ട് ഉലർത്തിയത്. ഇത് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ തന്നെയുള്ള ഒരു ഡിഷാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി രണ്ട് ചെറിയ ഡിഷും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ബീഫ് എള്ളിട്ട് ഉലർത്തിയത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ബീഫാണ്. ഇത് 1 കിലോ ബീഫുണ്ട്, അല്പം വലുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, 2 പീസ് പച്ചമുളക്, 3-4 കറുവാപ്പട്ട ചെറിയ പീസ്, കുരുമുളക് ഒരൽപ്പം, ജീരകം ഒരു വലിയ സ്പൂൺ, 4 പീസ് ഗ്രാമ്പൂ, 5 പീസ് ഏലക്ക, പെരുംജീരകം ഒരു ചെറിയ സ്പൂൺ, പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കുവാനുള്ള കറിവേപ്പിലയും വറ്റൽമുളകും. ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ്. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഗാർണിഷിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരൽപ്പം, കൊറിയാണ്ടർ പൗഡർ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ചെറിയ പീസ്, ചെറിയ ഉള്ളി ഒരു 10-12 പീസ് പീൽ ചെയ്തത്, ചെറിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ള്, കറുത്ത എള്ളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരല്പം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇതിൽ നിന്ന് അല്പം ബീഫും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സെയിം ഡിഷിന് ഉപയോഗിക്കുന്ന മാറിനേഷൻ ഉപയോഗിച്ച് നമുക്കിതൊരു ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് പിള്ളേർക്ക് പറ്റിയ ഒരു നല്ല ഡിഷാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എള്ള്, ജീരകം, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, കറുവാപ്പട്ട ഇതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ഇടുക. എന്നിട്ട് ലൈറ്റായിട്ടുള്ള ഹീറ്റിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എള്ള് കരിയാൻ പാടില്ല, എള്ളും ജീരകവും കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ഫ്ലേവറായിട്ട് വരും. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ ജീരകവും എള്ളും ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കളർ മാറാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ. ഓക്കെ, നമ്മുടെ മൂപ്പിച്ച മസാലക്കൂട്ട് ചൂടോടെ കൂടി തന്നെ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കരുത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൽ നമുക്ക് ബ്ലാക്ക് സെസമി അതേപോലെ തന്നെ കാണാം. വളരെ കുറച്ച് എള്ള് മാത്രം അരഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി നമ്മുടെ ബീഫും ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഈ വലിയ പീസ് ബീഫ് ഉള്ളതിലേക്ക് ഇടാം. അതേപോലെ തന്നെ അതിനകത്ത് ഒരു പീസ് പച്ചമുളക് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചിടാം. പിന്നെ ടൊമാറ്റോ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിടാം. അതേപോലെ തന്നെ സവോള ഒന്നിടാം. ഒരു അല്പം കറിവേപ്പില ഇടാം. ഓക്കെ, പിന്നെ മസാല, നമ്മൾ പൊടിച്ചു വെച്ച മസാല ആവശ്യത്തിനിടാം. നമ്മുടെ പിള്ളേരുടെ ഡിഷിലേക്ക് ഒരല്പം, ഒരുപാട് വേണ്ട പിള്ളേർക്ക്, ചിക്കനിലേക്കും ബീഫിലേക്കും അല്പം ഇട്ട് കൊടുക്കുക. ഇനി അല്പം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിള്ളേരുടെ ഇതിലും ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിട്ടുണ്ട്, പിള്ളേർക്ക് അധികം ഉപ്പില്ലാതിരിക്കുക നല്ലത്. ചിക്കനിലും ബീഫിലും അല്പം ഉപ്പിടുക. ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്കൊരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരല്പം വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള മാരിനേഷൻ ആണല്ലോ. ഒരു
പൊടിക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. കുക്കറിൽ ആവശ്യത്തിന് വേവിച്ചെടുക്കുക. എങ്ങനെയാണ് വേവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഒരു 7 വിസിലെങ്കിലും മിനിമം അടിക്കേണ്ടതായിട്ട് വരും. ഇനി കുക്കറില്ലെങ്കിൽ നമ്മുടെ നോർമൽ പോട്ടിൽ വേവിച്ചെടുക്കുക. നമ്മുടെ പിള്ളേർക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇവിടെ ചിക്കനും ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഫ്ലവർ നമ്മുടെ മൈദ ഈ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ബീഫിലും ഈ ചിക്കനിലും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ബീഫും ചിക്കനും പിള്ളേർക്ക് വേണ്ടിയുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പിള്ളേർക്കുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി അല്പം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് നമുക്കൊന്ന് മാറ്റി ഒരു ടിഷ്യൂലേക്ക് ഇടാം, എണ്ണയൊന്ന് വലിയാനായിട്ട്. ഇത് പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പിള്ളേരുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുത്തൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് കുക്കറിൽ അടിച്ച് വേവിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒരു കറുത്ത കളറാണ്, നല്ല കറുത്ത കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പകുതി എടുത്ത് ഉലർത്തുന്നു, ബാക്കി പകുതി ഈ ഗ്രേവിയോട് കൂടെ ഇതിൽ തന്നെ വെച്ച് അതൊരു കറിയാക്കി എടുക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് അല്പം എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എള്ളിട്ട ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമേ എണ്ണ ചൂടാവുന്നുണ്ട്. കടുക് പൊട്ടിക്കാം നമുക്ക്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമ്മുടെ ഉള്ളി ഇടാം. നോക്കുക, കറിവേപ്പിലയും ഇടാം. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഓക്കെ, നമ്മുടെ ഉള്ളി അല്പം ബ്രൗൺ ആയിട്ടുണ്ട്, ആവശ്യത്തിന് ബ്രൗൺ ആയി. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ഇടാം. ആ ബീഫൊന്ന് നോക്കി, നല്ല കറുത്ത കളറാണ്. സിസമി ഇട്ട കാരണം കളറ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സെസമിയുടെ ഫ്ലേവർ വരുന്നുണ്ട്. സെസമിയുടെയും ആ റോസ്റ്റ് ആയിട്ടുള്ള മസാലയുടെയും ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ എല്ലാം. ഇപ്പം തന്നെ അല്പം എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് വളരണം. ഓക്കെ, നമ്മുടെ ബീഫ് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത്, എള്ളിട്ട് ഉലർത്തിയ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ബാക്കിയുള്ള ബീഫ് നമ്മൾ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയാക്കി എടുക്കുകയാണ്. ഒഴിക്കുക, ഒന്ന് അല്പം നേരം തിളപ്പിക്കുക. ഓക്കെ, നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് ഉള്ള ആ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ബീഫ് എള്ളിട്ട് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാം. അല്പം പൊറോട്ടയുടെ കൂടെയാണ് ബീഫ് എടുത്തൊരു ചെറിയ കഷ്ണം ബീഫ്, ഒരു ചെറിയ തേങ്ങാക്കൊത്തും എടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. ഇനി നമ്മുടെ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കഷ്ണം എടുത്ത് ഇച്ചിരി ചാറിൽ മുക്കി ഞാനിത് ഒരുപാട് തവണ ചെയ്തു നോക്കിയിട്ടുള്ള ഒരു ഡിഷാണ്. അത് കാരണം ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ദുബായിൽ നിന്ന് എൻ്റെ ബ്രദർ ഉണ്ടാക്കിയ അടിപൊളി എള്ളിട്ടുലർത്തിയ ബീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ സേഫ്.